Today's class we are going to discuss about optical isomerism of allenes. So allenes എന്ന് പറയുന്നത് നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നത് it is having sp3 hybridase and it is having a tetrahedral arrangement ആണ്. അപ്പം അതിൽ 4 different groups ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ that is നമുക്കറിയാം കാർബണിന് 4 substituents ആണുള്ളത്. If it is having 4 different groups there is a chiral center നമ്മൾ പഠിച്ചിട്ടുണ്ട്. If carbon is substituted with A, B, C, D. Okay. അപ്പോൾ ആ ഒരു റെഗുലർ ടെട്രാഹെഡ്രൺ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ദിസ് വൺ. അപ്പം അവിടെ നമുക്കുള്ളത് ഒരു കൈറൽ സെന്റർ ആണ്. ഇഫ് ദ കൈറൽ സെന്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ C single bond C or C double bond C or C double bond C, that is a allene group. അപ്പോൾ അലീൻ ഗ്രൂപ്പ് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ടെട്രാഹെഡ്രൺ ഈ റെഗുലർ ടെട്രാഹെഡ്രൺ എന്ത് ചെയ്യും? ഇറ്റ് ഗെറ്റ് ഇലോങ്ങേറ്റഡ്. അപ്പോൾ ഇലോങ്ങേറ്റഡ് എലോങ് എ പർട്ടിക്കുലർ ആക്സിസ് XY. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ABC എന്നുള്ള റെഗുലർ ടെട്രാഹെഡ്രൺ ഇഫ് ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇവിടെ നമുക്ക് X എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരുന്നു അവിടുത്തെ കിറാൾ സെന്റർ. ഇഫ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഇലോങ്ങേറ്റഡ് ഗ്രൂപ്പ്, അപ്പോൾ നമ്മൾ അതിന് ഒരു പോയിന്റിനെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഒരു ലീനിയർ സബ്സ്റ്റിറ്റ്യൂവന്റ് അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദിസ് റെഗുലർ ടെട്രാഹെഡ്രൺ ഗെറ്റ് ഇലോങ്ങേറ്റഡ്. അപ്പം നമുക്കറിയാം അത് ഒന്ന് വലിച്ചു നീട്ടിയതുപോലെ ആ ടെട്രാഹെഡ്രൺ ഇലോങ്ങേറ്റ് ആവും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡെവലപ്സ് എ കൈറൽ ആക്സിസ് XY. ഇവിടെ നമുക്ക് കാണാം ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ്. നമ്മൾ ഡിഫറെന്റ് ക്രൈറ്റീരിയാസ് ഫോർ കൈറാലിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൈറാലിറ്റി അറൈസസ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ കൈറൽ സെന്റർ, ഇറ്റ് ക്യാൻ അറൈസസ് ഡ്യൂ ടു different criteria like chiral axis, chiral plane, അങ്ങനെ ഡിഫറെന്റ് നമ്മൾ പഠിച്ച സ്പൈറൽ കോമ്പൗണ്ട്സ്, ഹെലിസിറ്റി, അങ്ങനെയുള്ള പല കണ്ടീഷൻസ് അനുസരിച്ച് കൈറാലിറ്റി ഡെവലപ്പ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എലോങ്ങേറ്റഡ് ടെട്രാഹെഡ്രൺ ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കൈറൽ ആക്സിസ് ആണ്. ഓക്കെ, if the chiral center is replaced by a linear group, this tetrahedron get elongated and it extended along the axis of the grouping. By grouping the elongated side കൂടെ നമുക്കൊരു ആക്സിസ് കിട്ടും. അപ്പോൾ elongation of this tetrahedron, the chiral center is elongated to produce chiral axis XY. In this type of extended tetrahedron on which the axial chirality is based, the condition for chirality are much less stringent when compared with the regular tetrahedron. അപ്പോൾ നമ്മൾ റെഗുലർ ടെട്രാഹെഡ്രന്റെ കേസ് പറയുമ്പോൾ നമ്മൾ കൈറാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കേസ് A not equal to B not equal to C not equal to D ആണ്. ദാറ്റ് ഈസ് 4 ഗ്രൂപ്പും ഡിഫറെൻ്റ് ആയിരിക്കണം. ആ ഒരു സ്ട്രിക്റ്റ് ക്രൈറ്റീരിയ വി ആർ നോട്ട് ഫോളോയിങ് ഇൻ ദ കേസ് ഓഫ് എലോങ്ങേറ്റഡ് ടെട്രാഹെഡ്രൺ. അപ്പോൾ ഇലോങ്ങേറ്റഡ് ടെട്രാഹെഡ്രൺ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ നിയർ ഗ്രൂപ്പ്. രണ്ട് ഗ്രൂപ്പ് തൊട്ടടുത്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ മാത്രം ഡിഫറെൻ്റ് ആയിരുന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനാണ് ഇലോങ്ങേറ്റഡ് ടെട്രാഹെഡ്രണിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ദിസ് രണ്ട് ടെട്രാഹെഡ്രൺ ദാറ്റ് ഈസ് ഇനാൻഷ്യോമസ് ഇവിടെ കാണിച്ചിട്ടുള്ളതിൽ, അതായത് അടുത്തടുത്തിരിക്കുന്നത് എയും ബിയും ആയിരുന്നാൽ മതി, അപ്പുറത്തെ ഗ്രൂപ്പും എയും ബിയും ആവാം. നമുക്ക് ABCD ആവണമെന്നൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇലോങ്ങേറ്റഡ് ടെട്രാഹെഡ്രന്റെ ഇനാൻഷ്യോമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം 2A യും 2B ഗ്രൂപ്പും ഒരു ടെട്രാഹെഡ്രനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത് നിയർ ഗ്രൂപ്പ് A നോട്ട് ഈക്വൽ ടു B എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് ദ നിയർ ഗ്രൂപ്പ് ഷുഡ് നോട്ട് ബി ഈക്വൽ. ദാറ്റ് ഈസ് നമുക്ക് കാണാം ദ എക്സ്റ്റൻഡഡ് ടെട്രാഹെഡ്രൺ ഈസ് കൈറൽ if the pair of the ligands at the X end, അതായത് രണ്ട് എൻഡ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം this is the elongated tetrahedron. This is the one is X end and other is Y end. അപ്പോൾ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഒരു എൻഡ് എന്ന് പറയുന്നത് Xഉം മറ്റേ എൻഡ് എന്ന് പറയുന്നത് Yയും ആണ്. അപ്പം ഒരു എൻഡിലുള്ള X എൻഡിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഡിസിമിലർ ആയിരിക്കണമെന്ന് മാത്രമേ ഇവിടുത്തെ കണ്ടീഷൻ പറയുന്നുള്ളൂ. ആൻഡ് അതർ എൻഡ് എന്ന് പറയുന്നത് Y എൻഡ് ആണ്. ആ എൻഡിലെ ഗ്രൂപ്പ്സ് സെയിം ആയിരിക്കാം നമുക്ക്, പക്ഷേ A not equal to B എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ.
ഇപ്പോൾ രണ്ട് എൻഡാണ് നമുക്ക് കൈറൽ ആക്സിസിൽ കിട്ടുന്നത്, എക്സ് എൻഡ് ആൻഡ് വൈ എൻഡ്. എക്സ് എൻഡിലുള്ള രണ്ട് ഗ്രൂപ്പുകളും ഡിസിമിലർ ആയിരിക്കണം, വൈ എൻഡിലുള്ള രണ്ട് ഗ്രൂപ്പ്സുകളും ഡിസിമിലർ ആയിരിക്കണം. പക്ഷെ എക്സ് എൻഡിലുള്ളതും വൈ എൻഡിലുള്ളതും സെയിം ആവാന്നുള്ള ഒരു കണ്ടീഷൻ നമുക്കിവിടെ ഫോളോ ചെയ്യാം. ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ഒപ്റ്റിക്കൽ ഐസോമെറിസം ഫോർ അലീൻസ്. ഇലോങ്ങേറ്റഡ് ടെട്രാഹെഡ്രൺ നിങ്ങൾക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ can practice like this. ഒരു സൈഡിൽ ലെങ്ത് കൂടിയ ലൈനും ഒരു സൈഡ് ലെങ്ത് കുറഞ്ഞ ലൈനും, and you are joining like this. Okay, this is a elongated tetrahedron. ഇവിടെ AB and ഇവിടെ AB. How this optical activity arises in case of allenes. Allenes കേസിൽ എങ്ങനെയാണ് optical activity arise ചെയ്യുന്നത്? So we have to look at their hybridization. അപ്പോൾ ഓരോ കാർബണിന്റെ hybridization നമ്മൾ നോക്കണം. So we are having a central carbon with the sp hybridized. ഇവിടുത്തെ central carbon എന്ന് പറയുന്നത് sp hybridized ആണ്. So there are two p orbitals which are not participating in the hybridization. ഇവിടെ കാണിച്ചിട്ടുണ്ട്, രണ്ട് p lobes നിൽക്കുന്നുണ്ട്. സോ ഇറ്റ് വിൽ ഓവർലാപ്പ് വിത്ത് ദ അപ്പുറത്തെ രണ്ട് കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് ഓൺലി ഹാവിങ് വൺ p ഓർബിറ്റൽ വിച്ച് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന രണ്ട് കാർബണിലെ ഓരോ p ഓർബിറ്റൽസ് ഉണ്ട് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. നമുക്കിവിടെ കാണാം, സെൻട്രൽ കാർബണിൽ രണ്ട് p ഓർബിറ്റൽസ് ഉണ്ട്, നെയ്ബറിംഗ് കാർബൺസിൽ 2 p orbitals are standing unhybridized. So there is an overlapping happens between these p orbitals. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ട് this groups, ഈ രണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് they lie in different planes. You can see ഈ കാർബൺ ഇങ്ങനത്തെ ഒരു പ്ലെയിനിലാണെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്ലെയിനിലാണ്. സോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. But this irregularity of the tetrahedron causes the impossibility of the cyclic interchange of the substituents, and the distance between the pairs of the substituents are different, and therefore in order to produce chirality it is not necessary for all substituents to be different. അപ്പോൾ നമ്മൾ മറ്റ് കൈറാൾ സെന്റർ പറയുന്നത് പോലെ ഇവിടുത്തെ കൈറാൾ ആക്സിസ് ആണ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ അവിടെ എല്ലാ സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഡിഫറെൻ്റ് ആവണമെന്നൊരു കണ്ടീഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഹാവ് ഈച്ച് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ നിയറസ്റ്റ് ഗ്രൂപ്പ്. അടുത്തടുത്തിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആവണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. സോ ഇവിടെ നമുക്ക് പറയാം, ഇവിടെ നമ്മൾ എയും ബി എടുക്കുകയാണെങ്കിൽ ഇവിടെയും എയും ബിയും തന്നെ നമുക്ക് എടുക്കാം. ബിക്കോസ് the distance is different. Also they are lie in not in same plane. ഇപ്പോൾ നാല് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പ്സ് സെയിം പ്ലെയിനിലും മറ്റ് രണ്ട് ഗ്രൂപ്പ് വേറൊരു പ്ലെയിനിലുമാണ് ലൈ ചെയ്യുന്നത്. ദേ ആർ നോട്ട് കോപ്ലാനർ. ഇവിടെ നേരത്തെ കാണിച്ചു, ആൻഡ് ദേ ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ദേ ലൈ ഇൻ പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. ഒന്ന് ഇങ്ങനത്തെ പ്ലെയിനിലാണെങ്കിൽ ഒന്ന് ഇങ്ങനത്തെ പ്ലെയിനിലുമാണ്. സോ ദേ ആർ different. They lie in the four groups that lie in different planes. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണ് പറയുന്നത്. In allenes the central carbon is sp hybridized. So the remaining two p orbitals lie perpendicular to each other and overlap with the adjacent carbon p orbital, forcing the two remaining bonds of each carbon into perpendicular planes. അപ്പം ഈ p ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് കാരണമാണ് they lie in perpendicular planes എന്ന് പറയുന്നത്. Therefore the allenes of the type ABC double bond ABC are chiral. They exist as enantiomers. The restricted rotation gives rise to perpendicular disymmetric planes. അപ്പോൾ ഈ restricted rotation കാരണം ആണ് ഈ രണ്ട് ഗ്രൂപ്പ്സ്, ഈ രണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഡിസിമെട്രിക് പ്ലെയിൻസിലാണ് അവർ ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ബോൺസിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ റിങ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ
അതിലെ ജോമെട്രിയിൽ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. ലൈക്ക് സ്പൈറൈൻസ് ഫോർ എക്സാമ്പിൾ. നമ്മൾ പഠിച്ച സിസ്റ്റം എന്ന് പറയുന്നത് ദിസ് ലൈക്ക് ദിസ്, C double bond C, this like C double bond C, this having one group here and other group in this plane and other on the plane of the paper, AB and B. If you are replacing one of this double bond by a ring, ഇപ്പോൾ റിങ് മാറ്റി നമ്മൾ ഡബിൾ ബോണ്ടിനെ മാറ്റിയിട്ട് ഒരു റിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്പൈറൽ. അപ്പോഴും നമുക്ക് ജോമെട്രിക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല. It shows optical activity maintained in the same condition like Ali. Be like this, AB. So this one is alkylidene cycloalkanes. Next നമുക്ക് സ്പൈറൈൻസ്, രണ്ട് ബോൺഡ്സും റീപ്ലേസ് ചെയ്ത് നമ്മൾ റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we will get like this, that is a spirine. ഇത് on the plane of the paper ആണെങ്കിൽ അടുത്ത റിംഗ് എന്ന് പറയുന്നത് ഒന്ന് ബാക്കിലോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും വെക്കുന്ന രീതിയിലാണ് നമ്മുടെ റിംഗ് സ്പൈറൈൻ വരയ്ക്കുന്നത്. ഓക്കെ, this will be A, will be B, കണ്ടീഷൻ എന്ന് പറയുന്നത് A നോട്ട് ഈക്വൽ ടു B എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ അഡമൻറ്റേൻസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. സോ this one is adamantine. അപ്പോൾ സ്പൈറൈൻസ് ആയാലും ആൽക്കലൈഡിൻ സൈക്ലോആൽക്കെയിൻസ് ആയാലും അഡമൻറ്റൈൻസ് ആയാലും if it is having four different groups, not four different groups, two groups with they are in different planes, so they shows the optical activity due to chiral axis. Okay, അപ്പോൾ ഇതേപോലെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡ്യൂ ടു ചിറാൽ ആക്സിസ് കാണിക്കുന്ന വേറൊരു കോമ്പൗണ്ട് ആണ് ബൈഫിനൈൽസ്. ഫസ്റ്റ് നമുക്ക് റോട്ടാമേഴ്സ് എന്താണെന്ന് നോക്കാം. റോട്ടാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the compound is able to rotate through carbon-carbon single bond. അപ്പോൾ കാർബൺ സിംഗിൾ ബോണ്ടിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സിനെ എല്ലാം നമ്മൾ റോട്ടാമേഴ്സ് ആണ് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ മീസോ 2,3 ഡൈക്ലോറോ ബ്യൂട്ടീൻ, മീസോ 2,3 ഡൈക്ലോറോ ബ്യൂട്ടീൻ. അപ്പോൾ അതിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാൽ you can see like this. ന്യൂമാൻ പ്രൊജക്ഷൻ വരച്ചു കഴിഞ്ഞാൽ will be like this. നിങ്ങൾക്ക് തന്നെ വരച്ച് നോക്കാം ന്യൂമാൻ പ്രൊജക്ഷൻ. So it is having chlorine group here, chlorine group here, CH3 group here,
CH3 group here, hydrogens at this position. Okay. അതിൻ്റെ തന്നെ ഇനാൻഷ്യോമർ ആണ്. ഇനാൻഷ്യോമർ നിങ്ങൾ നോട്ട് വരച്ചോളുക. This having chlorine here, methyl group set at these two positions, CH3, H and H. So these compounds are able to rotate through CC bonds, so they are called the rotamers. So it is difficult to separate these enantiomers. അപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ it is difficult to separate these enantiomers because they are rotating in a fast manner. The energy of conversion എന്ന് പറയുന്നത് 80 kilojoule per mole ആണ് ഈ കാർബൺ ബോണ്ട് റൊട്ടേഷൻ നടക്കുന്നത്. So they will cross the barrier easily and the enantiomer will convert in a fast manner. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഇനാൻഷ്യോമേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പാടാണ്. എന്നാൽ ബൈഫിനൈൽസ് പോലുള്ള കോമ്പൗണ്ട്സ്, അതായത് ബൈഫിനൈൽസ് എന്ന് പറയുന്നത് രണ്ട് ഫിനൈൽ ഗ്രൂപ്പ്സ്, ദേ ആർ കണക്റ്റഡ് ത്രൂ എ സിംഗിൾ ബോണ്ട്. X, Y, X. അപ്പോൾ ഫിനൈൽ ഗ്രൂപ്പ്സിൽ നമുക്കറിയാം ഈ ഓർത്തോ പൊസിഷൻസ്, ഈ കണക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഈ ഓർത്തോ പൊസിഷൻസ് എന്ന് കാണിച്ചിട്ടുള്ളത് XY സബ്സ്റ്റിറ്റ്യൂവൻസ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത് 2, 2' ആൻഡ് 6, 6' പൊസിഷൻസ്. ഇവിടെ 2, ഇത് 2', അതുപോലെ 6, ദിസ് ഈസ് 6'. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുള്ളതാണ് 2, 2' ആൻഡ് 6, 6'. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ലാത്ത വെറും ബൈഫിനൈൽസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, that is it can rotate through this CC bond in a fast manner. Okay. അപ്പോൾ ഈ രണ്ട് ബോണ്ട്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ബൈഫിനൈൽസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ലാത്ത ബൈഫിനൈൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പാടാണ്. ബട്ട് if you are getting a substituent at the ortho position substituents വന്നു കഴിഞ്ഞാൽ, that is it is having a bulky group at this substituent ortho position, that is 2, 2' and 6, 6' positionൽ substituents വന്നു കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ it become difficult. അപ്പോൾ എനർജി കൂടുകയാണ്. Okay. So there arises a steric hindrance. അപ്പോൾ ഒരു steric hindrance വന്നു കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് അത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പോൾ സ്ക്യൂസ് ചെയ്ത് ഈ ബൾക്കി ഗ്രൂപ്പ്സിനെ സ്ക്യൂസ് ചെയ്ത് മാത്രമേ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ റൊട്ടാമർ ആയിരുന്ന ഒരു കോമ്പൗണ്ട് അതിൻ്റെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വഴി their enantiomers can be separated in a fast manner. അങ്ങനെയുള്ള ഈ ഐസോമേഴ്സിനെയാണ് നമ്മൾ അട്രോപ്പ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. Okay, that are called atrope isomers. The isolable stereoisomers resulting from the restricted rotation about the single bonds are called atrope isomers. ഈ restricted rotation വഴി ഉണ്ടാവുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ അട്രോപ്പ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. and the phenomenon is called atrope isomerism. അപ്പോൾ ഇത് നമ്മൾ ബൈഫിനൈൽസിന്റെ കേസിലാണ് വരുന്നത്, ഇതേപോലത്തെ restricted rotation compounds. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് 6, 6' dinitrophenyl 2, 2' dicarboxylic acid. ഇതേപോലെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് ദിസ് വൺ. അതേപോലെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ദിസ് ബൈഫിനൈൽസ് ആർ നോട്ട് ഇൻ ദ സെയിം പ്ലെയിൻ, they will lie in two different planes. അതായത് ഈ ബൾക്കിനെസ് കാരണം ഈ ഗ്രൂപ്പ്സിന് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, they become coplanar. And this is the corresponding enantiomer.
ഒരു ഫിനൈൽ ഗ്രൂപ്പ് നമ്മൾ ഒന്ന് ചരിച്ച് വരയ്ക്കുക, മറ്റേത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, here it is having NO2 group here and it is having COH group here. Here we are having COH group here and NO2 group here, and this compound is 6,6-dinitrophenane 2,2-dicarboxylic acid ആണ്. but they are the enantiomers. അപ്പോൾ ഇത് രണ്ടും enantiomers ആണ്, and we can separate these enantiomers because of the restricted rotation arises at the CC bond. അപ്പോൾ ഇതിനെ നമുക്ക് atropisomers എന്ന് പറയാം. അപ്പോൾ ഈ atropisomers നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എസ്സേക്കുള്ള ചാൻസ് ഉണ്ട്. സോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് we are having biphenyl with no substituents, so they are easy to rotate and they are coloroptomers and they are difficult to isolate. Their enantiomers are difficult to isolate. But if the substituents come on the ortho position like 2,2-6,6- positions, it becomes separable. So this restricted rotation causes the rise of atropisomers and the phenomenon is called atropisomers. So അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് 6,6-dinitrophenane 2,2-dicarboxylic acid. അത് നിങ്ങൾ വരച്ചിട്ട് അതിൻ്റെ enantiomers രണ്ടുമാണെന്ന് കാണിച്ച് these two phenyl groups are lying in the two different planes. ഈ ബൾക്കിനെസ് കാരണം ഇത് രണ്ടിനും ഒരേ പ്ലെയിനിൽ നിൽക്കാൻ കഴിയില്ല. So this becomes perpendicular. These two phenyl rings lie in the perpendicular planes. So there arises a chirality and this compound is optically active. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ പോയിന്റ് ഓഫ് സിമെട്രിയോ സെൻറ്റർ ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി ഒന്നുമില്ല. സോ ദ കോമ്പൗണ്ട് കൈറാളാണ്. സോ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദേ ആർ ഹാവിങ് സിമെട്രിക്കൽ സബ്സ്റ്റിറ്റ്യൂവൻസ് അറ്റ് ദ ഓർത്തോ പൊസിഷൻ. അപ്പോൾ നമുക്ക് ഓർത്തോ പൊസിഷനിൽ സിമെട്രിക്കൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് അ കൈറാൾ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബൾക്കി ഗ്രൂപ്പ് ആണെങ്കിൽ കൂടി the compound is having same substituents, that is ഇവിടെ COH ഇവിടെ COH 2,2- പൊസിഷനിൽ 2,6 പൊസിഷനിൽ സെയിം ഗ്രൂപ്പ് 2,2- 2- and 6- പൊസിഷനിൽ സെയിം ഗ്രൂപ്പ്. ഇവിടെ NO2 വന്നു കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഇതൊന്ന് ഫ്രണ്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തോ പൊസിഷൻ ഈസ് ഹാവിങ് സെയിം സബ്സ്റ്റിറ്റ്യൂവൻസ്. സോ ദിസ് കോമ്പൗണ്ട് ഈസ് അക്യുറ. അപ്പോൾ ഇത് കറാലിറ്റി കാണിക്കില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പാരാ പൊസിഷനിൽ വേറൊരു സബ്സ്റ്റിറ്റ്യൂവൻസ് വന്ന് കൈറാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. That is, we are having two phenyl groups and ortho position is having bulky groups like this. And we are creating a chirality by substituting a fluorine group here. അപ്പോൾ നമ്മൾ ഓർത്തോ മെറ്റാ പൊസിഷനിലേക്ക് നമ്മൾ ഒരു ന്യൂ സബ്സ്റ്റിറ്റ്യൂവൻസ് ആഡ് ചെയ്താലും ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കൈറാലിറ്റി കാണിക്കില്ല. ഇറ്റ് ഈസ് എ കൈറാൾ ബിക്കോസ് വി ആർ ലുക്കിംഗ് അറ്റ് ദ പൊസിഷൻ ഓർത്തോ പൊസിഷൻസ്, that is 2,2- and 6,6- പൊസിഷൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇഫ് യു ആർ ആഡിങ് എ ന്യൂ ഗ്രൂപ്പ് അറ്റ് ദ പാര ഓർ മെറ്റാ പൊസിഷൻസ് ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് ദ കൈറാലിറ്റി. അപ്പോൾ ഈ 4 പൊസിഷനാണ് നമ്മൾ കൈറാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ 2,2- and 6,6- പൊസിഷൻ മാത്രമേ നമ്മൾ നോട്ട് ചെയ്യാറുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് ദ സിമിലർ ഗ്രൂപ്പ്സ്, അതായത് രണ്ട് നിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു കഴിഞ്ഞാൽ the compound is a chiral. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ നോട്ട് ചെയ്തോളുക. നെക്സ്റ്റ് ഡൈഫീനിക് ആസിഡ്. ഇപ്പോൾ ഡൈഫീനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ
It is only having COH group. So we are having hydrogen here, COH group here. Again we are having a COH group here and hydrogen here. Okay. But this compound is called diphenic acid. But diphenic acid it is having a center of symmetry. Because one of the substituent is a very small hydrogen and a substituent carboxylic groups substituent ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ carboxylic groupനെ തള്ളിക്കൊണ്ട് ഈ റിങ്ങിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. So there arises a center of symmetry. അപ്പോൾ center of symmetry വന്നു കഴിഞ്ഞാൽ the compound become achiral. അപ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനോൻഷ്യോമേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് achiral ആണ്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. അപ്പോൾ ഒരു മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് ബൾക്കിനെസ്, ഈ ഓർത്തോ പൊസിഷനിൽ നിൽക്കുന്ന ഗ്രൂപ്പിനുള്ള ബൾക്കിനെസ് ആണ് അതിന്റെ chirality ക്രിയേറ്റ് ചെയ്യുന്നതും the compound whether the compound is optically active ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ ചില കോമ്പൗണ്ട്സ് റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂവൻസ് ഓർത്തോ പൊസിഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് റിയാക്ട് ചെയ്ത് കോപ്ലാനാർ ആയിട്ട് മാറും, റിങ് കോപ്ലാനാർ ആവും. അപ്പോഴും ഇതേപോലെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ലൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കോമ്പൗണ്ടാണ് ദിസ് വൺ. ലൈക്ക് carboxylic acid group നമുക്ക് that is we are having a COH group here. Here we are having an amide linkage net CO CH3 and another group like this. NH CO CH3 അതുപോലെ ഇവിടെ COH group. Okay. ഇതിനെ സപ്പോണിഫൈ ചെയ്ത് കഴിഞ്ഞാൽ if you are saponifying this compound, here the lactam ring formation happens between these two rings. അപ്പോൾ ഈ കോമ്പൗണ്ട് നമ്മൾ ഇനിഷ്യലി എടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ബട്ട് ഡ്യൂ ടു ദ കെമിക്കൽ റിയാക്ഷൻ ദിസ് കോമ്പൗണ്ട് ബിക്കം കോപ്ലാനാർ. അപ്പോൾ രണ്ട് പ്ലെയിനിൽ നിൽക്കുന്ന ഈ ബൈഫിനൈൽസ് ഇറ്റ് ബിക്കംസ് ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു സെയിം പ്ലെയിൻ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So it loses its optical activity and it become coplanar. Optically inactive ആയെന്ന് പറയും. So NH CO CO NH. So due to chemical reaction, this compound loses its optical activity and it becomes coplanar. But this is another condition for losing its optical activity. നേരത്തെ പറഞ്ഞത് the octo substituent should have a minimum volume to create this restricted rotation. That is, അത് അത്രയും ബൾക്കി ആയിരുന്നാൽ മാത്രമേ അതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ, രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ അവിടെയും നമുക്ക് റിയാക്ഷൻ നടന്ന് ആ ബൈഫിനൈൽസ് എന്ന് പറയുന്ന രണ്ടും ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിൽക്കുന്ന ഇറ്റ് ബിക്കംസ് കോപ്ലാനാർ. അവിടെയും നമുക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ മെത്തിലിൻ ലിങ്കേജ് വരുന്നത്, അതായത് ബൈഫിനൈൽ റിങ്ങിൻ്റെ ഇടയിൽ ഇഫ് വി ആർ ഹാവിങ് എ മെത്തിലിൻ ബ്രിഡ്ജ് like this. CH2
n times. അപ്പോൾ ഈ നമ്പർ ഓഫ് എന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടുത്തെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. n ക്യാൻ ബി എനി ക്വാണ്ടിറ്റി ലൈക്ക് 1, 2, 3 എക്സെട്ര. അപ്പം n കൂടുന്നതനുസരിച്ച് ദ ബോണ്ട് റൊട്ടേഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത് കൂടുകയാണ്. ഇഫ് n is equal to 1 ആണെങ്കിൽ there is a restricted rotation. അവിടെ ഒരു റിംഗ് സ്ട്രെയിൻ ഉണ്ടാവും, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഉണ്ടാവും. സോ ഇറ്റ് ക്രിയേറ്റ്സ് അട്രോപൈസോമെറിസം. അപ്പോൾ n is equal to 1 ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഇറ്റ് ഷോസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. n is equal to 2 ആയാലും much change ഉണ്ടാവില്ല. it is also optically active. they create atropisomers. n is equal to 3 ആയാലും it is almost like this. but higher values ഒക്കെ വന്നു കഴിഞ്ഞാൽ n is equal to 5, 6 അങ്ങനെ വന്നു കഴിഞ്ഞാൽ this rotation becomes possible. അവിടെ നമുക്ക് റൊട്ടേഷൻ പോസിബിൾ ആയിട്ട് വരുന്ന അനുസരിച്ച് it will lose its optical activity. അങ്ങനെ ബൈഫിനൈൽസിൽ ഈ മെത്തിലിൻ ലിങ്കേജ് വരുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് എന്നിൻ്റെ വാല്യൂ അനുസരിച്ച്, അതായത് വെദർ ഇറ്റ് ഈസ് 1, 2 or 3 or higher values, optical activity can be created or destroyed. Low values ആണെങ്കിൽ it shows optical activity and atropisomerism, and for higher values of n it loses its optical activity. അതുപോലെ സൈസ് ഓഫ് ഓട്ടോ സബ്സ്റ്റിറ്റ്യൂവൻസ് അത് നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് 6,6- ഡൈഫ്ലൂറോബൈഫിനൈൽ 2,2- ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഡൈഫിനിക് ആസിഡ് പറഞ്ഞ കേസ് തന്നെയാണ് ഇവിടെ ഫ്ലൂറിൻ്റെ കേസ്. ഇവിടെ നേരത്തെ ഹൈഡ്രജൻ വന്നെടുത്ത് ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ബിക്കോസ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് മച്ച് സൈസ്. അപ്പം ഈ കാർബോക്സിലിക് ഗ്രൂപ്പിനെയും തള്ളിക്കൊണ്ട് ഈ ഫ്ലൂറിനെ നമുക്ക് പുഷ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ. So you're having fluorine here and COH group here, and another COH group here and another fluorine group here. So there is a possibility of rotating. അപ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സെയിം പ്ലെയിനിൽ വരും, like this. That is, we are having fluorine here, COH group here, COH group here, and fluorine here. So the stability of optical activity of the atropisomers, it depends upon the measure of the size അല്ലെങ്കിൽ effective volume of the substituent depend ചെയ്തിരിക്കും whether the compound is optically active or not എന്നുള്ള കണ്ടീഷൻ. അടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ഫ്ലൂറിൻ ബാക്കിലോട്ട് പോകും. substituents come to the front. So here we are having COH group here and a fluorine group here. അപ്പോൾ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറയുന്നത് സ്മോൾ വോളിയം ആയതുകൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂൻ്റ് സക്സസ്ഫുൾ ഇൻ പുഷിംഗ് ത്രൂ ദ ഓട്ടോ സബ്സ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സെക്കൻഡ് റിംഗ്. അപ്പോൾ സെക്കൻഡ് റിംഗിലുള്ള സബ്സ്റ്റിറ്റ്യൂവിനെ പുഷ് ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ചെറുതായതുകൊണ്ട് ഈ ഗ്രൂപ്പിന് കിട്ടും. സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ അട്രോപൈസോമെറിസം അവിടെ ലോസ് ചെയ്യുകയാണ്. ഇവൻ ദോ ദ ഗ്രൂപ്പ്സ് ആറ് നമ്മൾ സെയിം നമ്മൾ പറഞ്ഞത് നിയർ ഗ്രൂപ്പ്സ് ഡിഫറെൻ്റ് ആവുന്നുള്ള ഒരു കണ്ടീഷനെ പറയുന്നുള്ളൂ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ. പക്ഷേ ഇവിടെ നമുക്ക് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ് വി ഹാവ് ടു നോട്ട്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ സൈസ് ചെറുതായതുകൊണ്ട് ഇറ്റ് വിൽ പുഷ് ദ ഗ്രൂപ്പ് ഇൻ ദ സെക്കൻഡ് റിംഗ്. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാണ്, ഇറ്റ് ബിക്കംസ് കോപ്ലാനാർ ആൻഡ് അഗെയിൻ it become in different planes. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം it loses its optical activity. So the effect of the substituents ആണ് നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അട്രോപൈസോമെറിസം ഡിറ്റർമിൻ ചെയ്യുന്നത്.
ഇതുപോലെ ബൈഫിനൈൽസ് അല്ലാത്ത കോമ്പൗണ്ട്സിന് നമുക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ കഴിയും. ലൈക്ക് നമ്മളിപ്പം ബൈഫിനൈലിൽ ഒരു ഫിനൈൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് ഒരു ഡബിൾ ബോണ്ട് സി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So here we are having methyl group here, COH group here. So different substituents at these positions. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, so this molecule is optically active. R1, R2, R3 ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഇവിടെ CC ബോണ്ടിൽ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വരുന്നത് കൊണ്ട് ദിസ് കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അനദർ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നാഫ്തൈൽസ് അതേപോലെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വരുന്ന കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് CC ബോണ്ട് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ CN ബോണ്ട് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണോ നോക്കുക. So here we are having N. CH2, COH, and SO2, C6H5. And here having NO2 group. So we are having a restricted rotation at this position. So this also shows atropisomerism. അപ്പോൾ ബൈഫിനൈൽസിൻ്റെ ഈ ഡിഫറെൻറ്റ് കേസസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ റൊട്ടാമേഴ്സും അട്രോപൈസോമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. റൊട്ടാമേഴ്സ് എന്ന് പറയുന്നത് there is a possibility of a C single bond C, and the case of atropisomers എന്ന് പറഞ്ഞാൽ it arises due to the restricted rotation of the single bond C. അപ്പോൾ അത് വരുന്ന കേസസ് എന്ന് പറയുന്നത് ബൈഫിനൈൽസ് ആവാം, അല്ലെങ്കിൽ ബൈഫിനൈൽസിൽ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ്, അതായത് 2,2' ആൻഡ് 6,6' പൊസിഷനിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് കോമ്പൗണ്ട് is showing the optical activity or not. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ 6,6' ഡൈനൈട്രോഫിനൈൽ 2,2' ഡൈകാർബോക്സിലിക് ആസിഡ്, അതായത് ഓർത്തോ പൊസിഷൻസിൽ കാർബോക്സിലിക് ഗ്രൂപ്പും നൈട്രോ ഗ്രൂപ്പും വരുന്ന കേസാണ് ഫസ്റ്റ് പറയുന്നത്. സോ അവിടെ കാർബോക്സിലിക് ഗ്രൂപ്പും നൈട്രോ ഗ്രൂപ്പും ബൾക്കി ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് there is a restricted rotation. So in enantiomers വരെയും the compound is optically active ആവും. സോ അട്രോപൈസോമേഴ്സും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് സിമെട്രിക്കൽ ഗ്രൂപ്പ്സ് ആണ്, ഒരു സൈഡിലെ സെയിം ഗ്രൂപ്പ്സ്, അതായത് ഒരു ഫിനൈൽ ഗ്രൂപ്പിൽ സെയിം സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അവിടെ ലൂസ് ചെയ്യും. സോ കോമ്പൗണ്ട് ഈസ് അക്യുറാൽ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ 6th പൊസിഷനിൽ 2,2' 6,6' പൊസിഷനും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മെറ്റാ പൊസിഷനും പാരാ പൊസിഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വി ആർ നോട്ട് കൺസിഡറിങ് ദാറ്റ് പൊസിഷൻസ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൈഫീനിക് ആസിഡ് ആണ്. ഡൈഫീനിക് ആസിഡ് എന്ന് പറയുന്നത് the compound is having hydrogen and carboxylic group as a substituent. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂവിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് there is a possibility of rotation of CC bond. അവിടെ നമുക്ക് plane of symmetry അല്ലെങ്കിൽ point of symmetry അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. So the compound become achiral and it loses its optical activity. അപ്പോൾ ഇവിടെ പറയുന്ന കേസ് എന്ന് പറയുന്നത് the substituents have a minimum volume to make the restricted rotation. അപ്പോൾ ആ restricted rotation ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം വോളിയം ആ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അട്രോപൈസോമെറിസം അവിടെ ഡെവലപ്പ് ആവുള്ളൂ. എന്നാൽ ചില കേസസിൽ കോമ്പൗണ്ട് നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കാം, അട്രോപൈസോമർ ആയിരിക്കാം, ബട്ട് there is a chance for the reaction. അവിടെ ലാക്റ്റം ഫോർമേഷൻ അല്ലെങ്കിൽ റിംഗ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ this biphenyls become coplanar. അങ്ങനത്തെ കേസിൽ they loses the optical activity and the compound become
compound loses the atropisomerism behavior. അപ്പോൾ ഇനിഷ്യലി എടുത്ത റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് അട്രോപൈസോമർ ആണ്. എന്നാൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ റിംഗ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ the compound become coplanar and it loses its optical activity. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെത്തിലിൻ ലിങ്കേജ് വരുന്ന ഗ്രൂപ്പുകൾ. മെത്തിലിൻ ലിങ്കേജ് വരുന്ന ഗ്രൂപ്പിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എൻ. എന്നിന്റെ വാല്യൂ അനുസരിച്ച്, അതായത് എൻ ക്യാൻ ബി 1, 2, 3 എക്സെട്ര ഓർ ഹയർ നമ്പേഴ്സ്. അപ്പോൾ ലോവർ നമ്പേഴ്സ് വരുന്ന കേസസിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പെട്ടെന്ന് CC ബോണ്ടിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. റിംഗ് എത്രത്തോളം വലുതാവുന്നതനുസരിച്ച് it is easy for the rotation. അപ്പോൾ n 1, 2, 3 വരുന്ന കണ്ടീഷൻ there is a restricted rotation and the compound is optically active. അതുപോലെ സ്മോൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന വേറൊരു കേസാണ് 6,6-difluorobiphenyl 2,2-dicarboxylic acid. അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ കൂടി ഫ്ലൂറിന് ഈ കാർബോക്സിലിക് ഗ്രൂപ്പിനെ പുഷ് ചെയ്തിട്ട് അതിന് കോപ്ലാനാർ ആവാനുള്ള ഒരു നേച്ചർ ഉണ്ട്. സോ ഇറ്റ് ലൂസസ് ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി വെൻ ഇറ്റ് ബിക്കംസ് എ കോപ്ലാനാർ. അപ്പോൾ അതിങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അടുത്ത കോമ്പൗണ്ട്സ് അതർ ദാൻ ബൈഫിനൈൽസ്. ബൈഫിനൈൽസ് തന്നെ അട്രോപൈസോമെറിസം കാണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഫിനൈൽ ഗ്രൂപ്പ് ബൈ സം ഡബിൾ ബോണ്ട് C അല്ലെങ്കിൽ നാഫ്തൽ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ it also shows the atropisomerism behavior due to this restricted rotation between C single bond C അല്ലെങ്കിൽ C single bond N. അപ്പോൾ എവിടെയാണോ ഈ restricted rotation വരുന്നത് അവിടെയെല്ലാം atropisomerism behavior കാണിക്കാറുണ്ട്. Okay, and this the optical activities of അപ്പോൾ ഈ പോയിന്റ്സ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ atropisomerism ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് കൽസിയാണ് ഫോളോ ചെയ്യുന്നത്. You can refer Kalsi for this atropisomerism for biphenyls and നേരത്തെ പഠിച്ച നമ്മൾ അലീൻസിൻ്റെ കേസ്. ഓക്കെ, താങ്ക് യു.